മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ അതിരൂക്ഷ വിമർശനവുമായി കോൺഗ്രസും മുസ്ലിം ലീഗും. തീപ്പൊരി വീഴാൻ കാത്തിരിക്കുന്നവർക്ക് തീപ്പന്തം കൊടുക്കുകയാണ് CPM എന്നും മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് സജി ചെറിയാന്റെയും AK ബാലന്റെയും പ്രസ്താവനയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. 4 വോട്ടിനു വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. ഒരു ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണമാണ് നടത്തുന്നത് എന്നും മലയാളിയുടെ മണ്ണിൽ വർഗീയത ചെലവാകില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതായത് ആളുകളെ ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ ലാഭമുണ്ടാക്കുക എന്നുള്ള സംഘപരിവാറിൻ്റെ അതേ വഴിയിലൂടെ CPM യാത്ര ചെയ്യുകയാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ 2 പ്രസ്താവനകൾ നടന്നിട്ടുള്ളത്. വർഗീയത ആളിക്കത്തിക്കാൻ വേണ്ടി ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്നവരുടെ കൈകളിലേക്ക് ഒരു തീപ്പന്തമാണ് ഇവർ എറിഞ്ഞു കൊടുക്കുന്നത് എന്നിവർ തിരിച്ചറിയണം. മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയും ഇതിനു മുൻപ് AK ബാലൻ നടത്തിയ പ്രഖ്യാപനങ്ങളുമെല്ലാം വളരെ ബോധപൂർവ്വം നടത്തുന്നതാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ്. സജി ചെറിയാൻ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ ആക്ഷേപിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാക്കിനും വാക്കിനും യാതൊരു നിയന്ത്രണവുമില്ല. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ CPM നേതാക്കന്മാർ തയ്യാറാകണം. 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിൻ്റെ ലക്ഷ്യമല്ല. മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട്. അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല. അത് ആത്മവിശ്വാസം, അവരുടെ ആത്മവിശ്വാസക്കുറവ്. ഒരു ഇലക്ഷനെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് ആ പ്രകടമാക്കുന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലമും സേഫ് സൈനുദ്ദീനും ചേരുകയാണ്. മുഹമ്മദ് അസ്ലമിലേക്ക്. അസ്ലം, സമുദായ നേതാക്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ നടത്തിയ പ്രസ്താവനകൾ അത് വലിയ ചർച്ചയാകുന്നതിനിടെയാണ് UDFന് വീണുകിട്ടിയ ആയുധം പോലെ സജി ചെറിയാന്റെ വർഗീയ പ്രസ്താവന കൂടി വരുന്നത്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിലെ CPM അജണ്ടയാണ് ഇത്. അതായത് AK ബാലന് പിന്നാലെ ഇപ്പോൾ സജി ചെറിയാനും വർഗീയ പ്രചാരണം നടത്തുമ്പോൾ അത് CPMന്റെ തെരഞ്ഞെടുപ്പ് അജണ്ടയാണെന്ന് സ്ഥാപിക്കുകയാണോ UDF നേതാക്കൾ? തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ ഒരുപക്ഷെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് AK ബാലന്റെ ഒരു പ്രസ്താവന വരുന്നത്. അത് ശക്തമായി തന്നെ അത് ആദ്യഘട്ടത്തിൽ CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി നേരിട്ട് ഇറങ്ങി അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചതോടുകൂടി വീണ്ടും CPM ആ ലൈനിലേക്ക് പോവുകയും വാർത്തയിലൊരു കടുത്ത ഒരു മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഭൂരിപക്ഷ പ്രകടനത്തിലേക്ക് CPM പോകുന്നുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വീണ്ടും പലതരത്തിൽ മുന്നോട്ട് പോകുന്നതിനിടെയാണ് സജി ചെറിയാന്റെ പ്രസ്താവന വരുന്നത്. ദിവ്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ പ്രതിപക്ഷത്തെ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നേരെ സംബന്ധിച്ചോളം ചെറിയൊരു ഒരു ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു SNDP NSS സംഘടനകളുടെ പ്രതിപക്ഷ നേതാവിനെതിരായ പ്രസ്താവനയും അത് സംബന്ധിച്ചുള്ള കോൺഗ്രസിനകത്ത് തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഭിന്നതകളൊക്കെ ചർച്ചയാവുന്നതിനിടയിലാണ് വീണ്ടും സജി ചെറിയാന്റെ വിവാദമായ പ്രസ്താവന വരുന്നത്. സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ കോൺഗ്രസും UDFും മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ഭൂരിപക്ഷ പീഡനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗീയ വിഭജനത്തിന്റെ നയത്തിലൂന്നി CPM മുന്നോട്ട് പോകാൻ പോകുന്നതിന്റെ ഒരു നയത്തിന്റെ ഉദാഹരണം, ഒരു നല്ലൊരു ഉദാഹരണം എന്ന നിലയിലേക്ക് സജി ചെറിയാന്റെ പ്രസ്താവനയും വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ആക്രമണം ശക്തിപ്പെടുത്താനുള്ളൊരു അവസരം UDFന് നൽകുകയാണ് ചെയ്തത്. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വിശദീകരണം കുറെ കൂടി ഒരുപക്ഷെ അദ്ദേഹത്തിന് നിൽക്കക്കള്ളിയ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോയി എന്ന് പറയേണ്ടി വരും. കാരണം കാസർഗോഡത്തെ മുസ്ലിം ലീഗിന്റെയും BJPയുടെയും കൗൺസിലർമാരുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം നടത്താൻ ശ്രമിച്ചെങ്കിലും അത് മലപ്പുറത്തേക്ക് എത്തിക്കുമ്പോൾ അത് പൂർണ്ണമായും പോവുകയാണ്. അതായത് അവിടുത്തെ മുസ്ലിം ലീഗിന്റെ MLAമാർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമ്പോൾ അപ്പുറത്ത് BJP വിജയിക്കും എന്നൊരു തിയറിയാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. അതേസമയം മലപ്പുറത്ത് പൂർണ്ണമായും UDFന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് വലിയ മുന്നേറ്റം നേടിയ സമയത്ത് BJP വിജയിച്ചു വന്നില്ല. അതുകൊണ്ട് തന്നെ ആ തിയറി അദ്ദേഹത്തിന് തന്നെ വെക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ യോജിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയി. അതുകൊണ്ട് തന്നെ വളരെ ഷാർപ്പായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവും നമുക്കറിയാം PK കുഞ്ഞാലിക്കുട്ടി ഒരുപക്ഷെ രാഷ്ട്രീയ ആരോപണങ്ങളെ എതിർക്കുമ്പോൾ പോലും വളരെ സൗമ്യമായ ഭാഷകളായിരിക്കും പലപ്പോഴും പ്രയോഗിക്കുക. അതേസമയം വളരെ കടന്നുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവിൻ്റെ അതേ വാക്കുകൾ തന്നെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. RSSന്റെ സമീപനം സ്വീകരിക്കുന്നത് മാത്രം 4 വോട്ടിന് വേണ്ടി വർഗീയ വിഭജനം നടന്നു എന്ന രീതിയിലൊക്കെ വളരെ രൂക്ഷമായ വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് CPM നേതാക്കൾക്കെതിരെ ലീഗ് നേതാക്കൾ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി ഒരു LDFനെതിരെ ഒരു കൃത്യമായ ഒരു ആയുധം ലഭിച്ചപ്പോൾ അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം അത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ സതീശൻ പ്രതിപക്ഷ നേതാവൊക്കെ കൃത്യമായി ഷാർപ്പായി
വ്യക്തമായി പറയുന്ന ആളാണെന്ന് വെക്കാം. പക്ഷേ ലീഗ് നേതാക്കൾ പോലും വളരെ കൃത്യമായി തന്നെ ആക്രമണത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി ലീഗിനെ ലക്ഷ്യമിട്ട്, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമി ബന്ധം മുൻനിർത്തിക്കൊണ്ടാണെങ്കിൽ പോലും ലീഗ് വർഗീയമായി മാറുന്നു എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വോട്ടുകളിലെ ഏകീകരണത്തിനുള്ള ശ്രമം CPM നടന്നു എന്ന വിലയിരുത്തൽ UDF-നുണ്ട്. അതിന് കിട്ടുന്ന ഈ നടത്തുന്ന ഓരോ പ്രസ്താവനകളും അതിനുള്ളൊരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് അത് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് CPM-നെ അറ്റാക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-ന് ഈ രണ്ട് പ്രസ്താവനകളെയും കൃത്യമായി തന്നെ ന്യായീകരിക്കാനോ വിശദീകരിക്കാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. AK ബാലൻ്റെ ആണെങ്കിൽ പോലും ഇന്നും ഗംവി ഗോവിന്ദ മാഷോട് ഈ കാര്യത്തോട് ചോദിക്കുമ്പോഴും അതിനെക്കുറിച്ച് മറുപടി പറയാതെ അതൃപ്തി കൃത്യമായി തന്നെ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായും CPM-ന്റെ ലൈൻ ഇതാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വെക്കാനുള്ള ഒരു ഉദാഹരണമായി സജി ചെറിയാന്റെ പ്രസ്ഥാനം കൂടി മാറുന്നു. അത് കൃത്യമായി വിശദീകരിക്കാൻ CPM-ന്റെ നേതാക്കൾക്ക്, അല്ലെങ്കിൽ അതിനെ തിരുത്തിയെന്നല്ല കൂടുതൽ ന്യായീകരിക്കുക അദ്ദേഹം ചെയ്തത്, അത് കുറച്ച് കൂടുതൽ വഷളായി പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ ഒരു അറ്റാക്ക്, CPM-നെതിരായ ഒരു അറ്റാക്കിനുള്ള ഒരു അവസരമായി ഈ ഒരു പ്രസ്ഥാനം, സജി ചെറിയാന്റെ പ്രസ്ഥാനം മാറുന്നു എന്ന് തന്നെ പറയേണ്ടി വരും.